ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പഴയ വീട്ടിൽ നമുക്കൊരു ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മളവിടെ വന്നിരിക്കുന്ന ലൈൻ ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യുക. അതൊരു പവർ ലൈൻ ആണെങ്കിൽ, സെപ്പറേറ്റ് DBയിൽ നിന്ന് വന്നിരിക്കുന്ന ലൈൻ ആണെങ്കിൽ ആ സെക്ഷൻ മാത്രം മതി നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. ആ പ്ലഗിൽ നിന്ന് വരുന്ന അത് സെപ്പറേറ്റ് ആണ് നമ്മൾ DBയിൽ നിന്ന് വരുന്നതെങ്കിൽ ആ സെക്ഷൻ അതിൽ വരുന്ന വയർ എടുത്ത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സ് താഴെ, അത് ഇൻവെർട്ടറിൻ്റെ ഹൈറ്റിൻ്റെ ചെയ്യാവുന്ന രീതിയിൽ ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണ്ടിയിട്ട് ഒരു 6 മോഡ്യൂളിൻ്റെ സർഫസ് ബോക്സ് നമ്മൾ പിടിപ്പിച്ചു. അതിന് ശേഷം അതിലേക്കുള്ള വയറുകളും വലിച്ചിട്ടു. അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 2-വേ സ്വിച്ചും 2 പവർ പ്ലഗും ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്ലഗിൽ കുത്തി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ കണക്ഷൻസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻസും അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 6 മോഡ്യൂളിൻ്റെ സർഫസ് ബോക്സ് വെച്ചു. അതിലേക്ക് നമ്മൾ ചാനൽ, അതായത് കേസ് ആൻഡ് ക്യാപ്പ് ആണ് മുകളിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് കൊടുത്തതിന് ശേഷം അതിലേക്കുള്ള വയറുകൾ കൊടുത്തു. ഇനി ഏതൊക്കെ വയറുകളാണെന്നാണ് നമുക്ക് ആദ്യമേ അറിയേണ്ടത്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് 4 വയറുകളാണ് വരുന്നത്. ഒന്ന് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫേസ്, ന്യൂട്രൽ, എർത്ത്. അത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കണ്ടോ, ആ ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇതിപ്പോൾ ഓൾറെഡി മരത്തിൻ്റെ ബോക്സാണ്. പണ്ടത്തെ ലെവലിലുള്ള വീടായതുകൊണ്ട് മരത്തിൻ്റെ ബോക്സുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള വയറുകളാണ് നമ്മൾ ഈ വലിച്ചിരിക്കുക. DBയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വലിക്കാം, സാധിക്കുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 4 വയർ നമ്മൾ വലിക്കുന്നു. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ വയർ, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ചാർജിങ് സെക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എർത്തിന് വേണ്ടിയിട്ട് ആ പച്ച അടിച്ചിരിക്കുന്ന ടേപ്പ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്. അങ്ങനെ 4 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. അത് നമ്മൾ 1.5 ആണെങ്കിലും 2.5 ആണെങ്കിലും സർക്യൂട്ടിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുകളിലുള്ള ബോക്സിൽ സെപ്പറേറ്റ് ഒരു ലൈൻ വന്നിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ്, ന്യൂട്രൽ, എർത്ത് എടുത്തു. ഇനി നമ്മളിതിൻ്റെ കണക്ഷൻസ് ആണ് നോക്കുന്നത്. ഈ 4 വയർ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ 16 ആംസിൻ്റെ അല്ലെങ്കിൽ 20 ആംസിൻ്റെ 2 2-വേ സ്വിച്ച് കൊടുത്തു. പിന്നെ 2 പവർ പ്ലഗും കൊടുത്തു. ഇത് രണ്ടും ഓഫ് പൊസിഷനിൽ 2 സ്വിച്ച് ഇടുക. അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും റൈറ്റ് സൈഡ് എപ്പോഴും ഫേസ്, അതായത് റൈറ്റ് സൈഡ് പ്ലഗ് എപ്പോഴും ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇൻവെർട്ടറിൻ്റെ റൈറ്റ് സൈഡ് പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. എർത്തിലേക്ക് കൊടുത്തു. ന്യൂട്രൽ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രലിലേക്ക് കൊടുത്തു. ആ പ്ലഗിന് മാത്രമാണ് ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2-വേ സ്വിച്ചിൻ്റെ, അതായത് ഇൻവെർട്ടറിൻ്റെ ഒരെണ്ണം ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത് 2-വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലും അതുപോലെ തന്നെ അടുത്ത 2-വേ സ്വിച്ചിൻ്റെ സെൻറ്റർ ഇൻവെർട്ടറിലേക്ക് വരുന്ന ചാർജിങ് സെക്ഷന് വേണ്ടിയുള്ള ലൈനാണ് വരുന്നത്. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ആ സെക്ഷനിൽ നിന്ന് നേരെ KCB നേരെ താഴെ നിന്ന് ലിങ്ക് ചെയ്ത് സ്വിച്ച് ഓഫ് ആകുമ്പോൾ താഴേക്കാണ് കണക്ഷൻ വരുന്നത്. അതിലൂടെ നേരെ കയറി ഇറങ്ങി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്കാണ് പോകുന്നത്, ഔട്ട് സെക്ഷനിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ഇൻവെർട്ടർ ഇല്ലാത്ത അവസ്ഥയിൽ വെക്കാൻ വേണ്ടിയിട്ട്, അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഊരി എടുക്കുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2-വേ സ്വിച്ച് 2 ഓഫ് ചെയ്തിടുക. ഇനി 2 ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ 2 സ്വിച്ചും, അതായത് 2-വേ സ്വിച്ച് ഓൺ ചെയ്തിടുക. അപ്പോൾ KCBയിൽ നിന്ന് റൈറ്റ് സൈഡിലെ സെൻറ്ററിലെ പോയിന്റിൽ നേരെ നമ്മുടെ പ്ലഗ് സോക്കറ്റിലേക്കാണ് പോകുന്നത്. അത് നേരെ ചാർജിങ് വരുന്നു. പിന്നെ ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട് വരുന്നത് നേരെ ലെഫ്റ്റ് സൈഡിലെ പ്ലഗിലേക്ക് വരുന്നു. അത് ആ വയർ വഴി ഡയറക്റ്റായിട്ട് നേരെ നമ്മുടെ DBയിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ടോ ആ സെക്ഷനിലേക്ക് കറക്റ്റായിട്ട് കയറി പോകുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള സർക്യൂട്ടാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പഴയൊരു വീട്ടിൽ നമുക്ക് എങ്ങനെ സർക്യൂട്ട് കൊടുക്കാമെന്നും ഇനി DBയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. DBയിലേക്ക് വേറെ ഒന്നുമില്ല, ഇതിൽ നിന്ന് പോകുന്ന സർക്യൂട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.